ഈ 1-ാം ക്ലാസ് മുതൽ 3-ാം ക്ലാസ് ഞങ്ങളവിടുത്തെ ഒരു മദ്രസ കെട്ടിടത്തിലായിരുന്നു 1 മുതൽ 3 വരെ ഉള്ളത്. ആ കാലഘട്ടത്തിൽ അന്ന് ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന തന്നെ ആ ഒരു ക്ലാസ്സിലോട്ട് ഒരു സാറ് ട്രാൻസ്ഫർ ആയിട്ട് വരുന്നു. ആ സാറിൻ്റെ യഥാർത്ഥ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ ഉണ്ണിക്കുട്ടൻ മാഷ് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. ആൾ ചിരിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നും. അപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആൾ എൻ്റെ ബെഞ്ചിൽ ഇരുത്തിയിട്ട് പറഞ്ഞു, ഞാൻ ബോർഡിൽ ഒരു ചിത്രം വരയ്ക്കാം, അത് എന്താണെന്ന് പറയുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ കണ്ണീരൊക്കെ തുടച്ച് ആന്ന് പറഞ്ഞു, തലയാട്ടി. അപ്പോൾ അദ്ദേഹം ബോർഡിൽ എന്തോ ചിത്രം ഇങ്ങനെ എന്തോ വരക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, എന്താ വരച്ചതെന്ന് അറിയിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് കണ്ണൊക്കെ തിരുമ്പി നോക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവില്ല, ഒന്നും കാണാനില്ല. അപ്പോൾ എന്നോട് ഇങ്ങനെ അടുത്ത് വന്നിട്ട് ഞാൻ കുറച്ച് ബാക്കി കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ക്ലാസ്സിൽ, കുട്ടികളെ ഒരു മന്ത്രമൊക്കെ ചൊല്ലി ബോർഡിലോട്ട് നോക്കി ഒന്ന് ഊതി. അപ്പോൾ ഒരു ആനയുടെ ചിത്രം പതുക്കെ തെളിഞ്ഞു വന്നു. അതുവരെ കരഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ചിരിച്ചുപോയി, അറിയാതെ ചിരിച്ചുപോയി. അതായിരുന്നു എൻ്റെ ലൈഫിലെ ഒരു ചിരി എന്ന് പറയുക. കരഞ്ഞുകൊണ്ടിരുന്ന എന്നെ ഒരു വെളിച്ചത്തിലോട്ട് കൊണ്ടുവന്നത് ആ സാറായിരുന്നു. എന്നിട്ട് അതിൻ്റെ സീക്രട്ട് എനിക്ക് മാത്രം പറഞ്ഞു തന്നു. എന്താ അറിയോ ചോദിച്ചു എന്നോട്. ഇല്ല എന്ന് പറഞ്ഞു. പഠിക്കണം എന്ന് ചോദിച്ചു. ആ എന്ന് പറഞ്ഞു. സംഭവമൊന്നുമില്ല, നിറഞ്ഞ ചോക്കോ ഉപയോഗിച്ചിട്ട് ബോർഡിൽ എഴുതി കഴിഞ്ഞാൽ അത് കുറച്ച് കഴിയുമ്പോൾ ആൾ തെളിഞ്ഞു വരിക. അതുതന്നെയായിരുന്നു ആ ഒരു മാജിക് എൻ്റെ ലൈഫിനെ മാറ്റി. പിന്നീട് അങ്ങോട്ട് കരഞ്ഞുകൊണ്ടിരുന്ന എന്നെ ഒരു ലീഡർ സ്ഥാനത്തേക്ക് എന്നെ മാറ്റി. ആ ക്ലാസ്സിൽ ലീഡർ ഞാനായി, പഠിക്കാൻ പഠിക്കാനായി. എനിക്ക് നോട്ട് ബുക്ക്, മിഠായികൾ, ഇതെല്ലാം സാറ്, പേന, ഇതെല്ലാം സാറ് വാങ്ങിച്ചു തരും. പക്ഷേ ഞാനൊരു അനാഥനാണ്, ഒരു എത്തിയമാണെന്ന് പോലും ആ സാറെന്നെ അറിയിക്കാതെ, മറ്റുള്ള കുട്ടികളെ കാണിക്കാതെ എനിക്കത് വാങ്ങിത്തരും, എൻ്റെ ബാഗിൽ വെക്കും. എനിക്കിന്നും ഓർമ്മയുണ്ടത്. കരഞ്ഞിരുന്ന എന്നെ ഒരു വെളിച്ചം നൽകി, എല്ലാ സപ്പോർട്ടും നൽകി ഒരു ലീഡറാക്കി മാറ്റി ആ സാറെന്നെ.